119 സങ്കീർത്തനം 132 വാക്യം. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് ചെയ്യുന്നത് പോലെ എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് ചെയ്യുന്നത് പോലെ. അങ്ങനെ ഒരു രീതിയുണ്ട് ദൈവത്തിന്. അതൊരു സ്റ്റാൻഡേർഡാണ്. അത് ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ്. ദൈവത്തെയും ദൈവനാമത്തെയും സ്നേഹിക്കുന്നവരോട് ദൈവത്തിനൊരു പ്രത്യേക പെരുമാറ്റച്ചട്ടമുണ്ട്, പെരുമാറ്റ രീതിയുണ്ട്. ദൈവത്തെയും ദൈവനാമത്തെയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിനൊരു പെരുമാറ്റ രീതിയുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കുക. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ. എത്ര അത്ഭുതകരമാണ് ആ ചിന്ത എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡായി ഉയർന്നു. അതിന് ഉദാഹരണമാണ് ഇസ്രായേൽ. അവരുടെ പിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്, സേവിച്ചതുകൊണ്ട്, വിശേഷാൽ അബ്രഹാം ഒരു ദേശം വിട്ട് പരദേശിയെ പോലെ അവൻ പോയത് ദൈവം പറഞ്ഞതുകൊണ്ടാണ്, ദൈവം ഇടപെട്ടത് കൊണ്ടാണ്. പിന്നത്തേതിൽ തൻ്റെ മകനെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അതും അനുസരിച്ചു. ആ സംഭവം കഴിഞ്ഞപ്പോൾ ദൈവം ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു. അതിങ്ങനെയാണ്: നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അപ്പൊ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കുമെന്നാണ് ഇസ്രായേലിന്റെ ചരിത്രം നമ്മോട് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിങ് ഉണ്ട് ദൈവത്തിന്. ഇപ്പൊ ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ ദൈവത്തിന് എൻ്റെ കുഞ്ഞുങ്ങളെ മറക്കാൻ പറ്റില്ല, കൈവിടാൻ പറ്റില്ല. എന്നാൽ അവരുടെ കാലത്ത് അവരങ്ങനെ സ്നേഹിച്ചില്ലെങ്കിൽ അവരുടെ തലമുറയുടെ കാലം വരുമ്പോഴേക്കും ആ ഫേവർ കുറഞ്ഞു വരും. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുകയാണ്: ദൈവമേ, നിനക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു ബിഹേവിയർ ഉണ്ടല്ലോ നിനക്ക്. അതുപോലെ എനിക്ക് ചെയ്യണേ. 1 കൊരിന്ത്യർ 2:9 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. അതും അത്ഭുതകരമായ കരുതലാണ്. അത്ഭുതകരമായ കരുതൽ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള കരുതലുകൾ അത്ഭുതകരമാണ്, ശ്രേഷ്ഠമാണ്. ഇദ്ദേഹം ആവശ്യപ്പെടുകയാണ്: അതുപോലെ എന്നെ ഒന്ന് കാണണേ. തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് അവിടുന്ന് എപ്പോഴും ചെയ്യുന്നത് പോലെ എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ ചെയ്യണമേ. Turn to me and have mercy on me. That's what you have always done for those who love you. നിന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ തലമുറകളായി ചെയ്തു പോരുന്നത് പോലെ എനിക്ക് വേണ്ടി ചെയ്യണമേ. എന്നെയും കൂടി ആ ലിസ്റ്റിനകത്ത് പെടുത്തണമേ. തിരുനാമത്തെ സ്നേഹിക്കുന്നവർ എന്നൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദൈവത്തിനുണ്ട്. തിരുനാമത്തെ സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ദൈവത്തിന്. ആ ഗ്രൂപ്പിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നിശ്ചയമായിട്ടും എന്നെ ദൈവം ആ ഗ്രൂപ്പിലാണ് കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.
നിങ്ങളെയും ആ ഗ്രൂപ്പിൽ ദൈവം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നാം ആ ഗ്രൂപ്പിൽ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. തിരുനാമത്തെ സ്നേഹിക്കുന്ന ഗ്രൂപ്പ്. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.